BJP ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹം. എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവർ വന്നാലും ഇവർ വന്നാലൊക്കെ അതൊക്കെ തന്നെയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല പറയാൻ. ഇവരാര് കയറിയാലും ഇപ്പോൾ കോൺഗ്രസ് കയറിയാലും കമ്മ്യൂണിസ്റ്റ് കയറിയാലും ആര് കയറിയാലും എല്ലാം ഒരേപോലെ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ള അദ്ദേഹം മറ്റുള്ള രണ്ടുപേരും പോയിട്ട് ഒരു ഫലവും ഇല്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ കുറെ വോട്ട് കൂടുതൽ പിടിച്ചെടുക്കും. നമുക്ക് ഇലക്ഷനെ പറ്റി ഒന്നും അറിയത്തില്ല. കേരള സർക്കാരിന്റെ ഭരണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഭരണത്തെ പറ്റി പറയാൻ മോശം അഭിപ്രായമാണ് മൊത്തത്തിൽ പറയുന്നത്. ഈ ആലപ്പുഴ ജില്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ശോഭാ സുരേന്ദ്രന് അത്യാവശ്യം മുൻതൂക്കമുണ്ട്. കാരണം ഭരണത്തിനെ പറ്റി എന്താ അഭിപ്രായം കേരള സർക്കാരിന്? മൂന്ന് പേരും ബഹൽപ്പ ആൾക്കാരാണ്. ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാരെത്തിയ കള്ളയോട്ട് വരെ കമ്മ്യൂണിസ്റ്റിന് ചെയ്തത്. എനിക്കിപ്പോൾ മോദിക്കുട്ടിന് ചെയ്യണമെന്ന് ഇഷ്ടം. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തനാണോ? ഇത് കുറവുണ്ട്. സാധാരണപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഏതാ ഞാൻ ക്ഷേമനിധി ഒരു തൊഴിലാളിയാണ്. ഒരു വർഷത്തെ പെൻഷൻ പോലും കിട്ടാറുണ്ട്. ഒരു മാസത്തെ കാശ് തന്നത്. അപ്പോൾ അതിനെനിക്കൊരു തൃപ്തി കുറവുണ്ട്. തൊഴിലാളികളെ നിലനിർത്താനുള്ള രീതി സർക്കാർ കാണിക്കുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ പൊന്നു ഇനി വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാര് കയറിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവരാര് കയറിയാലും ഇപ്പോൾ കോൺഗ്രസ് കയറിയാലും കമ്മ്യൂണിസ്റ്റ് കയറിയാലും ആര് കയറിയാലും എല്ലാം ഒരേപോലെ തന്നെയാണ്. അവരവരുടെ കീശ വീർപ്പിക്കാനല്ലാതെ മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യാനായിട്ട്. ഞങ്ങളെപ്പോലുള്ളൊരു വൈകല്യമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എംപ്ലോയ്മെൻറ്റിൽ ലിസ്റ്റിൽ വരെ എൻ്റെ പേരുണ്ട്. ഒരു ജോലിക്ക് പോലും നമുക്കൊരു മുൻഗണനയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഇവരൊക്കെ കേട്ടിട്ട് എന്താ പ്രയോജനമുള്ളത്? ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ള അദ്ദേഹം മറ്റുള്ള രണ്ടുപേരും പോയിട്ട് ഒരു ഫലവും ഇല്ല. അവിടെ ഈ വടക്കേ ഇന്ത്യ ഭരിക്കാൻ പോണത് മോദിയാണ്. പിന്നെ ഈ ആളുകൾ ഇവിടെ കിടന്ന് കയ്യും കാലും പോയിട്ട് ഒരു കാര്യമില്ല. ജയിക്കുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ഇത്രേ ഉള്ളൂ. കേരളത്തിലെ ഭരണം ഒരു നല്ല ഭരണമെന്ന് പറയാനൊക്കെയില്ല. ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഭരണം തന്നെ. എല്ലാം സാധനത്തിൻ്റെ വിലക്കയറ്റവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരള സർക്കാരിന്റെ ഭരണത്തിനെ പറ്റി എന്താ പറയാൻ? ഒന്നും പറയാനില്ല. ഞങ്ങൾ ഭരണ പാർട്ടി ട്രേഡ് യൂണിയനിലുള്ള വേറൊന്നും പറയാൻ പറ്റില്ല. കേരള സർക്കാരിന്റെ ഭരണത്തിൽ തൃപ്തനാണ്. മോഡി സർക്കാർ ഭരണത്തിന് തൃപ്തനാണ്. ഇവിടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ കുറെ വോട്ട് കൂടുതൽ പിടിച്ചെടുക്കും. ഇല്ല, ഇപ്പോൾ ഒരു 3 പേരും കൊണ്ടുള്ള മത്സരമായിട്ടാണ് ത്രികോണം. വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് BJP വരണം. ശോഭാ സുരേന്ദ്രൻ. ഈ കേരള സർക്കാരിന്റെ ഭരണത്തിനെ പറ്റി എന്താണ് പറയാൻ? ഇപ്പം ഞാനെന്ത് പറയാൻ? കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിനെ പറ്റി എന്താണ്? കൊള്ളാം, നല്ല ഭരണമാണ്. നല്ല ഭരണം. നമുക്ക് ഇലക്ഷനെ പറ്റി ഒന്നും അറിയത്തില്ല. നമ്മളെന്ത് പറയാനാ? നമുക്കൊന്നും പറയാനില്ല. കേരള സർക്കാരിന്റെ ഭരണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഭരണത്തെ പറ്റി പറയാൻ മോശം അഭിപ്രായമാണ് മൊത്തത്തിൽ പറയുന്നത്. അതിന് കാരണം സാധനത്തിൻ്റെ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വലപ്പുഴയാണെങ്കിലും GSTയും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പാലം വരുമെന്ന് പറഞ്ഞിട്ട് മുമ്പ് സുശീല ഗോപാലിനുള്ളപ്പോൾ വന്നതാണ്. അന്ന് ഒരു പാലം ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല. എത്ര വർഷമായി? ഇപ്പോൾ ഇടത് വർഷം 2 പ്രാവശ്യം വരച്ചിട്ട് ഇവിടെ പാലം കെട്ടിയിട്ട്. ഇലക്ഷനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ആർക്കാണ് മുൻതൂക്കം? ഇവിടെ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ ജില്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ശോഭാ സുരേന്ദ്രന് അത്യാവശ്യം മുൻതൂക്കമുണ്ട്. കാരണം കേരളത്തിൽ സീറ്റ് കിട്ടേണ്ട ഫലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം. കേരളത്തിൽ ഈ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രാവശ്യം തുറക്കാൻ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇലക്ഷനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ സന്തോഷത്തോടെ പറയുകയാണ്. ഈ 3 പാർട്ടികൾ ആര് ജയിച്ച് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം. ഇത്രയും പറയാനുള്ളൂ. ഇവിടെ ഭരണത്തിനെ പറ്റി എന്താ അഭിപ്രായം കേരള സർക്കാരിന്? പോട്ടെ ഭരണമെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം നല്ല ഭരണം. ഇനി ഭരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആരാണല്ലോ അവർ നല്ലവർ തന്നെ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. തർക്കമില്ല. 2 സീറ്റെങ്കിലും പിടിച്ചിരിക്കും. കേന്ദ്ര ഭരണത്തിനെ പറ്റി എന്താണ്? നല്ല ഭരണമല്ലേ? ഇപ്പോഴും കൊടുക്കുന്നില്ല. 12,000 രൂപ വെച്ച് അങ്ങനെ കൊടുക്കുന്നില്ലേ? ആൾ കടപ്പുറം മൊത്തവും പറഞ്ഞതാണ്. ഇവരെ എന്ത് തന്നു? ഇപ്പം 2,000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ തൊഴിലുറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെത്. ആ തൊഴിലുറപ്പുകാരെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പാർട്ടിക്കാർ അവരുടെ പരിപാടി കൊണ്ടുപോകണത്. ശരിയല്ലേ? ഇന്ന് വാർദ്ധക്യ പെൻഷൻ, പഞ്ചായത്തിലെ പെൻഷൻ അതും മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ. കേരള സർക്കാരിൻ്റെയോ? അതിപ്പോഴും കിട്ടാക്കനിയായിട്ട് കിടക്കുക. ക്ഷേമനിധി കാശൊക്കെ ഇപ്പോഴും കിട്ടാൻ കിടക്കുക. അതിങ്ങനെ അവർ പറയുന്നതേ ഉള്ളൂ. അല്ല
തരാൻ. ഇപ്പോൾ ആലപ്പുഴ നിൽക്കുന്നു 3 പേരും, ആരിഫ്, വേണുഗോപാൽ, ശോഭസ്, 3 പേരും ബഹൽപ്പ ആൾക്കാരാണ്. ആരാണ് ജനം എന്ത് ചെയ്യുമെന്നുള്ളത് പൊട്ടിക്കുമ്പോഴറിയാവും. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം കണക്ക് വലിയ ഭൂരിപക്ഷം ആർക്കും വലുതായിട്ട് കിട്ടിയല്ല. ഇവിടെ ഭരണവിരുദ്ധത വരുമെന്ന് തോന്നുന്നുണ്ട്. ഭരണവിരുദ്ധത വരുമെന്ന് തോന്നുന്നുണ്ട്. ഭരണം മാറി വരുമെന്ന്. കേന്ദ്രത്തിലോ കേരളത്തിലോ? കേരളത്തിൽ മിക്കവാറും ഈ കോൺഗ്രസ്സുകാർ നമ്മൾ തല്ലിയില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വരും കേരളത്തിൽ. അവർ അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലുകയല്ലേ. എല്ലാം കള്ളവും കവടവും കരുവന്നൂരും അവിടെ ഇവിടെ എല്ലാം മോഷണവും പുറമ്പോ മലമ്പ്രദേശം എല്ലാം എടുത്ത് അവർ സ്വന്തമാക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ പോണ് മേഡം. പിന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ള എൻ്റെ പൂർണ്ണ വിശ്വാസം. കണ്ടിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല. BJP ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന അരിയാണ് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ നിലവിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാഴ്ചപ്പാട് നല്ല രീതിയിലാകുമെന്നുള്ളൊരു പ്രതീക്ഷ, അതും വിശ്വാസം മാത്രം. കേന്ദ്ര ഭരണത്തെ പറ്റി എനിക്ക് എൻ്റെ അറിവിൽ നല്ല ഭരണം തന്നെയാണ്. നല്ല കുഴപ്പമില്ല, നല്ല വികസനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അറിയില്ല, മറ്റുള്ളവരും മേടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ്ടേ. 3 രാഷ്ട്രീയത്തിലും അങ്ങോട്ടും ആരും വിട്ടുകൊടുക്കത്തില്ല. അതാണ്. എനിക്കിതൊന്നും അറിയത്തില്ല പറയാൻ. ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാരെത്തിയാണ്, കള്ളയോട്ട് വരെ കമ്മ്യൂണിസ്റ്റിന് ചെയ്തത്. എനിക്കിപ്പോൾ മോദിക്കുട്ടിന് ചെയ്യണമെന്ന് ഇഷ്ടം. ആർക്കാണ്? മോദിക്ക്. ചിലപ്പോൾ കേസ് ജയിക്കാനും പറ്റും, ചിലപ്പോൾ ആര് ജയിക്കും, ചിലപ്പോൾ മറ്റേ പെണ്ണുമ്പിള ജയിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ് പറയാം ആര് ജയിക്കുന്നു, എണ്ണുമ്പോൾ പറയാം. ആര് ഭരിച്ചാലും തൃപ്തനായി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയത്തില്ല. വേറെ കാര്യമൊന്നും. ആര് ഭരിച്ചാലും നല്ല ഭരണം, മോശമായിട്ടൊന്നും പറയാനില്ല. എല്ലാം നല്ല ഭരണം, മോശമായിട്ടുള്ള ഒരു ഭരണവും ഇല്ല. ഭരണം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അത് തന്നെ കേരളത്തിലെ കാര്യം ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. സാധ്യത കൂടുതൽ കാണുന്ന ശോഭാ സുരേന്ദ്രനാണ്. അല്ലാതെ നമുക്ക് 100% ജനങ്ങളുടെ സപ്പോർട്ടാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ സപ്പോർട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ ചായക്കട വരുന്ന ആൾക്കാരുടെ ഒരു സംസാരവും പരിഗണനയും കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിൽ പറയുന്നത്. അല്ലാതെ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതല്ല ഇത്. നമ്മൾ ഇത്രയും ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇത് വരുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞത് മാത്രമേ. എൻ്റെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കുമെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഗോളുകാർ പോയിട്ട് അവരിവിടെ 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അരികിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളി കടലുകാരി ഒഴിയിട്ട് ആരായിരുന്നുള്ള ഒരു പാർട്ടിയും ഇല്ല. ഇപ്പുറത്തെ പദ്ധതി ഞങ്ങൾ അരികിലുണ്ടെന്ന് പറയുന്നത് തൊട്ടരി എന്തിനാ അരിയിൽ നിന്നിട്ട് എത്തിക്കണം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കടൽ കയറിയിട്ട് ഒരു മന്നവനെയും കണ്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ അങ്ങ് ഒഴുകി കടൽ വന്ന് ഇവിടെ എല്ലാം അടിച്ചിളക്കി. പഞ്ചായത്തുകാർ കുറച്ച് മണ്ണ് കൊണ്ട് തന്ന കാരണം നടന്നു പോകാൻ പറ്റും. അല്ല ആരെയും കണ്ടില്ല. നമുക്കൊരു പുലിമുട്ട് തരാനോ അല്ല മത്സ്യത്തൊഴിലാളി സംരക്ഷിക്കാനോ ആരുമില്ല. ജയിച്ചങ്ങ് പോകും. അവരെവിടെ പോയിരുന്ന മനസ്സിലാത്തിരിക്കും. സംഭവം തരുന്നു. മറ്റുള്ളവരുടെ കാര്യകാരണങ്ങളൊന്നും അവർക്ക് തിരക്കേണ്ട കാര്യമില്ല. നമ്മളെങ്ങനെ ജീവിക്കുന്നു അതൊന്നും തിരക്കേണ്ട കാര്യമില്ല. അതല്ല ഭരണം. ജനങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഭരണാധികാരി. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ നമുക്ക് ഇന്ന് വിജയിച്ചാൽ അവർ കേന്ദ്രമന്ത്രിയാണ്. അവർ ചെയ്യുമെന്ന് പറയാൻ ചെയ്യും. അതുകൊണ്ടാണ് ജനസമ്മർദ്ദം കിട്ടുമെന്ന് പറയാം. 100% അവർ ജയിച്ചിരിക്കും. എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവർ വന്നാലും ഇവർ വന്നാലൊക്കെ അതൊക്കെ തന്നെയാണ്. പക്ഷേ KCയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയ്ക്ക് നല്ലൊരു ഇത് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് KCയുടെ ഒരു ഇത് വെച്ച്. കാര്യം ഇതിന് മുമ്പ് KCയുടെ ഒരു ഇത് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. KC വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് കാണും. തൃപ്തനാണോ ഈ ഭരണത്തിൽ? ഈ ഭരണത്തിൽ തൃപ്തനാണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും ഏതാണെന്ന് എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷെ തൃപ്തനല്ല. പിന്നെ സീവാളിൻ്റെ പ്രശ്നം കണ്ട ഇപ്പോൾ നേരത്തെ ഇവിടെ പുലിമുട്ട് കെട്ടിയിരുന്നെങ്കിൽ ഇത്രയും കടൽ കയറി കര പോകത്തില്ലായിരുന്നു. അത് വലിയ വിഷയം തന്നെ. ഞങ്ങളൊക്കെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പടിഞ്ഞിട്ട് നടന്നെങ്കിലായിരുന്നു കടൽ കാണാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇത് കണ്ട നിങ്ങൾ തന്നെ നോക്കി കടൽ കിടക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മത്സ്യത്തൊഴിലാളിക്ക് വേണ്ട രീതിയിൽ ഉള്ള ആനുകൂല്യങ്ങളൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല. സർക്കാർ ഇവിടെ നേരെ ഒരു പുലിമുട്ട് പോലും ഇല്ലാണ്ട്. നിങ്ങളൊന്ന് പടിഞ്ഞോട്ട് നിന്ന് നോക്കി. ഇവിടെ ഈ സർക്കാർ വെച്ചാണ് കാറ്റാടി എന്തോരം പോയെന്നറിയാം. മൊത്തം കടൽ കയറി പോയി. ഈ കേരളത്തെ സർക്കാരിന്റെ ഭരണത്തിൽ തൃപ്തനാണോ? തൃപ്തനല്ല. കാരണം ഒട്ടും താല്പര്യമില്ല. ശബരിമല വിഷയം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. എനിക്ക് താല്പര്യമില്ല. സെയിം തന്നെ. BJP ഭരണത്തിൽ വരണം. BJP ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹം. സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കും. സുരേന്ദ്രൻ തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത്.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ആ കഴിഞ്ഞ ഭരണരീതി നല്ലതായതുകൊണ്ട് എല്ലാവരും അതിലോട്ടാണ് ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്.